ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും വൈകുന്നേരത്തെ സ്നാക്ക് ആയാലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കുക. അതിന് മുന്നേ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് കടലപ്പൊടിയാണ്. ഒരു കപ്പോ ഒരു ഗ്ലാസ്സോ എത്രയാണെങ്കിൽ നിങ്ങൾ അളവിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. സാധാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുക. ആദ്യം തന്നെ മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഏകദേശം ഒരു കപ്പ് കടലപ്പൊടിയിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളമാണ് ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയെടുക്കുക. അധികം കട്ടിയാവാത്ത രീതിയിൽ എന്നാൽ അധികം ലൂസും അല്ലാത്ത രീതിയിലാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് കുത്തി എരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 1 അല്ലി വെളുത്തുള്ളി മതി. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡും ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മുക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് നല്ല രീതിയിലൊന്ന് മുക്കിയിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളി തക്കാളിയൊക്കെ വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ കുറഞ്ഞ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് 1 or 2 വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ആദ്യം തന്നെ ചുട്ടെടുത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് ആയാൽ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 4-5 കഷ്ണം ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ട്രിപ്പിൽ ഞാനിവിടെ ബ്രെഡ് ഒന്ന് നടുവിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഏതാണോ ഇഷ്ടം അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഫുള്ളായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും തിരിച്ചിട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുറഞ്ഞ ഓയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ രണ്ടാമത്തേത് ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ സ്നാക്ക് ആയാലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്